ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് വെള്ളരിക്ക പറിക്കണം നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഇതാണ് അടുക്കളയിൽ പോണ വഴി. ഓക്കെ, ഇത് ഞാൻ ഇവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന കസേര. അപ്പം അടുക്കളയുടെ വെളി വശമാണ് ഇതാ കാണിക്കുന്നത്. ഇങ്ങനെ ഇവിടെ വെളിയിലൊക്കെ വെള്ളരിയൊക്കെ നിൽപ്പുണ്ട്. ഇതല്ല സംഭവം. അങ്ങനെ പോയി അടുക്കള ഇങ്ങനെയാണ് നമ്മൾ കയറണം. എന്താ വിറകൊക്കെ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ അടുക്കള. അത് അടുപ്പൊക്കെ കാണിച്ചു തരാം. അടുപ്പൊന്നും തുടച്ച് പറക്കിയിട്ടില്ല. ഈ പ്ലാവ് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലുള്ളതാണ്. ഇതാണ് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചെടികളാണ്. ഇപ്പോൾ ഒന്നും മാറ്റി വെച്ചിട്ടില്ല, എല്ലാം അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളരി കണ്ട, ഇതാണ് വെള്ളരി. നമ്മൾ അന്ന് കെട്ടി പൊതിഞ്ഞ് വിട്ടില്ലേ, ആ വെള്ളരിയാണ് ഇതാ നിൽക്കുന്നത്. അപ്പം കെട്ടി പൊതിയാത്ത വെള്ളരി ഇപ്പം നല്ല നിൽക്കുന്നത്, അതും കാണിച്ചു തരാം. അപ്പം ഇതാണ് വെള്ളരി, കുറച്ച് മിറ്റിപ്പോയി. അപ്പം നമുക്ക് ഇതിനെ അടക്കാം. ബാറിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് സാലഡ് വെള്ളരിയാണ്. കണ്ടോ മിറ്റിപ്പോയ. ഇന്നലെയൊക്കെ ബിസിയായിരുന്നു, അതുകൊണ്ടാണ് പറിക്കാൻ പറ്റാത്തത്. അപ്പം വേറെയും വെള്ളരിയൊക്കെ നിൽക്കുന്നത് കാണിച്ചു. ഇതൊക്കെ ചെറിയ വെള്ളരിയൊക്കെയാണ്. ഇതാ കണ്ട, ഇതിലൊക്കെ വെള്ളരി നിൽപ്പുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതടക്കാം. അടുക്കളയിൽ നിന്നാണ് കിടക്കണണ്ട. പിന്നെ നമുക്ക് ലാസ്റ്റ് അടക്കാം. ഇത് അവിടെ നിൽക്കട്ടെ. ഇനിയുണ്ട് ഒരു വെള്ളരി ഉണ്ട്, ഉണ്ട പോലെ നിൽക്കണം, കാണാൻ പറ്റണം. ഇത് ഉണ്ട സൈസ്. അത് നമുക്ക് കിടക്കാം. അത് അത്ര തന്നെ ആയിരിക്കും. അടുത്ത ഇതിനെ അടക്കാം. ഇനി അതവിടെ നിൽക്കുന്നുണ്ടോ, മുകളിലൊക്കെ നിൽക്കുന്നത്. അതൊന്നും കെട്ടിവിടാത്തതാണ്. എന്താ ഇതിപ്പോൾ അടത്തെ. ഇനിയുണ്ട് ഇതിലൊക്കെ നിൽക്കണേ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതിലേ പോയി വേറെയും കുറച്ചുണ്ട്, അതിലേ പോയി അടക്കാം. നമ്മൾ ഇവിടെ അടുക്കളയിൽ നിന്ന് നമ്മൾ പച്ചക്കറി തോട്ടങ്ങൾ കാണാം. ഇവിടെ അടുക്കളയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വൈകുന്നേരം വന്നിരിക്കുന്നത്. ഇത് ഇനി ഒരു വെള്ളരിയാണ്. അതിൽ വേറെ നിറയെ ഞാൻ കെട്ടിവിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഉള്ളിലോട്ടാണ് കെട്ടിവിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കാശിത്തുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഈ മുറ്റത്ത് നിന്ന് അടുക്കളയിൽ വെളിയിൽ നിന്നേ കരിവേപ്പില പറിക്കാം. കണ്ട കരിവേപ്പില നിൽക്കുന്നുണ്ട. അടുത്ത് ഇത് മണത്തക്കാളി ഇതാ കിടക്കുന്നത്. അടുത്തതാ അമരപ്പയർ പോലെ. അടുത്തത് ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയി വേണതേ ഉള്ളൂ. ഇത് വിത്തിന് വേണ്ടി വിട്ടിരിക്കുന്നതാണ്. അത് വീണ്ടും തിളുത്ത് മരം പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു കീര. അപ്പോൾ പിന്നെയും വെള്ളരി നിൽക്കുന്ന കാണിച്ചു തരാം. ഇനിയും കുറേ ഉണ്ട് വെള്ളരി. ഇതാണ്ട വെള്ളരി നിൽക്കുന്ന വേണ്ട. ഇതൊക്കെ അടക്കാം, അവിടെ വയ്ക്കാം. ഇനിയും ഉണ്ട്, ഒളിച്ചൊളിച്ച് നിൽക്കുകയാണ്. രണ്ട് സൈസാണ്, ഒരു മഞ്ഞയും ഒരു പച്ചയുമാണ്. ഇതും അവിടെ വയ്ക്കാം. അതവിടെ നിൽക്കട്ടെ. ഒരു ചെറിയ സൈസ്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അത് നാളെ അടക്കാം. എല്ലാം ഒരു ദിവസം അടക്കണ്ടല്ലോ. ഇതും ഇവിടെ നിൽപ്പുണ്ട്. ഇത് അടക്കാൻ ടൈമായി. ശരി, നാളെ അടക്കാം. നമ്മളെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കണേ. ഇനി ഒളിച്ചൊക്കെ കാണും. നമ്മൾ ഇവിടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇവിടെയാണ് ഞാൻ വന്നിരിക്കുന്ന സ്ഥലം. ഇവിടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കൃഷികളെയും കാണാം. കണ്ടോ, ചോളം നിൽക്കണേ. ചോളം കാഴ്ച വരുന്നതേ ഉള്ളൂ. ഇനി ഇളക്കി നടാനുള്ള തൈകളൊക്കെയും നിൽക്കണം. അതൊക്കെ നടണം. പിന്നെ 10 മണി ഞാൻ ഇവിടെ നട്ടുപിടിക്കുന്നുണ്ട്. പൂത്ത് നിൽക്കണം. നല്ല ഇഷ്ടത്തിന് പോകുന്നുണ്ടായിരുന്നു. ഇതൊരു തെങ്ങിൻ്റെ മൂടാണ്. ഇവിടെ ഫുള്ള് നട്ടുപിടിക്കണം.
കണ്ട, ഇനി അങ്ങോട്ട് കുറേ ഒക്കെ ഉണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കരിയേപ്പില തഴച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കരിയേപ്പില. ഒടിച്ചൊടിച്ച് വിടുന്നു, എന്നാലും അത് ഒഴുകുഴ വന്നോണ്ടിരിക്കും. ഇനി അതിനെ വെട്ടിയെടുക്കണം. വെട്ടി അരക്കി വിട്ട് അടുത്ത് നല്ല കൊഴുകുഴ വരുമല്ലോ, മഴ സമയമായല്ല. ഇത് നമ്മുടെ ഒരു ഓറഞ്ചാണ്, സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞു. ഇതുവരെ കാച്ചില്ല. കാഴ്ചയിലെ സ്വീറ്റ് എന്തെന്ന് പറയാൻ പറ്റും. ഇത് ശംഖുപുഷ്പം. ബാക്കി കൃഷികളൊക്കെ അടുത്ത് കായ്ക്കാം. തൈകളുണ്ട്, കത്തിരി തൈകളൊക്കെ നട്ടുപിടിക്കുന്നത്. വേണ്ട കത്തിരി തൈകൾ, കത്തിരി പിടിച്ച് വരണം. ഇത് തക്കാളി. ഇത് ഉരങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് പഴിഞ്ഞു വിടാം. ഇതായിരിക്കുന്നത് എന്താ, അതിൽ വീത്താനുള്ള ഉരങ്ങളൊക്കെയാണ്. ഉരമെന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റാണ്, അതെല്ലാം വീത്തണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നാളെ ഞാൻ ചെടിത്തോട്ടത്തിൽ പോയപ്പം വാങ്ങിയ ചെടികൾ അപ്പുറത്തെ പിള്ളേർ എനിക്ക് വാങ്ങി തന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഈ ചെടികളാണ്, ഈ പച്ചയും മഞ്ഞയുമായിട്ട് കാണുന്നത് നല്ല ഇഷ്ടം. പിന്നെ പൂക്കൾ ഇഷ്ടമുണ്ട്. എല്ലാത്തിലും കൂടുതൽ എനിക്ക് കൃഷിയിലോടാണ് താല്പര്യം. ഓക്കെ, അപ്പം ഇതിൽ നിൽക്കുന്ന വെള്ളരിക്ക ഇനിയൊരു ദിവസം കഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളെ അടുക്കളയും കൃഷികളൊക്കെ കണ്ടല്ല. ഇവിടെ ഇരിക്കുമ്പം ഈ കസേരയിലാണ്, ഇത് നമ്മൾ പപ്പൂനെ കുളിപ്പിക്കുന്ന കസേരയാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ രസമുണ്ടല്ലേ, പൂക്കളെല്ലാം. അല്ല നമ്മളെ മുരിങ്ങ, ഇവിടെ നിന്നാണ് ഞാൻ മുരിങ്ങയൊക്കെ ഓടിക്കണം. മുരിങ്ങയൊക്കെ കായ്ക്കൂല, മുരിങ്ങ ഇലയൊക്കെ ഓടിക്കണം. അത് ഇനി കിളുത്ത് വരണം, ഇനി അടുത്ത് ഓടിക്കുമ്പോൾ കാണാം. അല്ല പപ്പാളി. ഇതിൻ്റെ കീഴെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമാണ്. ഞാൻ വേസ്റ്റൊക്കെ ഇടാം, വയറൊക്കെ എല്ലാം നിൽക്കുന്നുണ്ട്. അവിടെയാണ് മറ്റേ പൊന്നങ്ങനെ കീര. അപ്പം അതും കൂടെ നമുക്ക് അടക്കണ കാണാം, ഈ വെള്ളരിയും കൂടെ അടക്കണ കാണാം. ഇവിടെ ഇനി നിർത്തിക്കാൻ പറ്റില്ല. എന്നെ പിടിച്ച് ഒരു നിൽക്കിയത്, അത് പറഞ്ഞില്ല. അതെ, ഇനിയും ഇതിൽ കണ്ട കുറേ മുട്ടുകളൊക്കെ, ഇത് ചെറിയ ചെറിയ വെള്ളരിയൊക്കെ നിൽപ്പുണ്ട്. ഇനി കുറേ നിന്നു, ഇവിടെ എവിടെയൊക്കെ നിന്ന്. ഇതാ നിൽക്കുന്നത്. ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്. ഒരു സ്റ്റെപ്പിലുള്ളതൊക്കെ പോയി, ഒന്നാണ് കിട്ടിയത്. അപ്പം ഇത് 2ാമത്തെ സ്റ്റെപ്പ്. ഇതാ ഇനി തിളുത്ത് പൂ വന്ന് നിൽക്കുന്നത് 3ാമത്തെ സ്റ്റെപ്പ്. എന്താ കായൊക്കെ നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ഞാൻ കാശ് തരാം എല്ലാം. അല്ല ഇത്രയും കിട്ടി. ഇതിനെ അപ്പുറത്തും കൊടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് അടുത്ത് നമുക്ക് എന്തെല്ലാം കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ. ഇത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഇതൊക്കെ ആവശ്യമുണ്ടല്ലോ, എന്തായാലും കത്തിരി വെണ്ടയെല്ലാം ആവശ്യമുണ്ടല്ലോ. അപ്പം വെണ്ടയും നിൽപ്പുണ്ട്. വെണ്ടയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെണ്ടയ്ക്ക് ആയി നിൽക്കുന്നു. ഇങ്ങനെ കീഴോട്ട് നിൽക്കുന്നതാണ് വെണ്ടയ്ക്ക. അപ്പം ഒന്ന് അടക്കണം. ഈ 2 വെള്ളരി എടുത്ത് നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. അപ്പുറത്തെ ചേച്ചിക്ക് അവർക്ക് കൊടുക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാൻ പോയാലോ. അപ്പം നമ്മൾ അടുക്കളയും കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ, മറക്കല്ലേ. അപ്പം നമുക്ക് ഈ വീഡിയോ മുതൽ ഇനിയുള്ള 5 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണവരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു ഗീവ് അവേ കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പം നിങ്ങൾ കമൻറ്റാണ് ഞാൻ നോക്കണത്. കമൻറ്റും ലൈക്കും ചെയ്യണവരെയാണ് ഞാൻ നോക്കിയിട്ട് ഗിവ് അവേ കൊടുക്കുന്നത്. ഇത് മുതൽ 5 വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ മാത്രമല്ല 5 വീഡിയോ, 5 ഷോർട്ടായാലും ഇനി ഞാൻ ചെയ്യണ 5 എണ്ണത്തിൻ്റെ വീഡിയോ ആയാലും ഷോർട്ടിൻ്റെ ആയാലും കമൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഗിവ് അവേ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ ഇനി ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ബൈ.